വിഴിഞ്ഞം വെണ്ണിയൂരിൽ മോഷണം പോയത് 16.5 പവൻ സ്വർണമെന്ന് കണ്ടെത്തൽ വരികയാണ്. ഗിൽബർട്ടിന്റെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് കവർന്നത്. മകന്റെ മുറിയിലെ അലമാര കുത്തി തുറന്നെങ്കിലും സ്വർണം സൂക്ഷിച്ച അടിഭാഗത്തെ അറകൾ തുറന്നിട്ടില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ രാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അർജുൻ, എന്തൊക്കെ കണ്ടെത്തലുകളാണ് പുതുതായി ഉണ്ടാകുന്നത്? സംഗീത, ആദ്യഘട്ടത്തിൽ ഈ വീട്ടിൽ നിന്ന് 90 പവനും 1 ലക്ഷം രൂപയും മോഷണം പോയി എന്നുള്ളതായിരുന്നു നിഗമനം. പോലീസും ആ രീതിയിലുള്ള കണ്ടെത്തലിലാണ് എത്തിയത്. അതായത് വീടിന്റെ മുകളിലുള്ള ഒരു മുറിയിൽ നിന്ന് ഒരു മുറി, ആ മുറിക്കകത്തുള്ള അലമാര കുത്തി തുറന്നിട്ടുണ്ട്. താഴത്തെ നിലയിലെ ഒരു മുറിയും ആ മുറിയിലെ അലമാരയും കുത്തി തുറന്നു. താഴത്തെ നിലയിലാണ് വീട്ടുടമസ്ഥനായിട്ടുള്ള ഗീബൽട്ട് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് 16.5 പവൻ മോഷണം പോയിട്ടുണ്ട്. 1 ലക്ഷം രൂപയും ഇവിടുന്ന് മോഷ്ടാക്കൾ കവർന്നു. മുകളിലെ നിലയിലാണ് ഗീബൽട്ടിന്റെ മകനും ഭാര്യയും അടക്കം കഴിഞ്ഞിരുന്നത്. അവരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ മുറിയിലെ അലമാരയും കുത്തി തുറന്നിരുന്നു. സ്വാഭാവികമായും അവിടെയാണ് സ്വർണം സൂക്ഷിച്ചിരുന്നതെന്നാണ് ആദ്യം ഗീബൽട്ടും പോലീസിനോട് പറഞ്ഞത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മുകൾ നിലയിലുള്ള മുറിക്കകത്തെ സ്വർണവും 90 പവനോളം വരുന്ന സ്വർണവും നഷ്ടപ്പെട്ടെന്ന് പോലീസ് പ്രാഥമികമായൊരു നിഗമനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ അലമാര കുത്തി തുറന്നെങ്കിലും പിന്നീട് മകൻ വന്ന് പരിശോധിച്ചപ്പോഴാണ് താഴത്തെ അറയിലാണ് ഈ സ്വർണം സൂക്ഷിച്ചിരുന്നതെന്ന് അറിയുന്നത്. ഈ താഴത്തെ അറ മോഷ്ടാക്കൾക്ക് കുത്തി തുറക്കാനും കഴിഞ്ഞില്ല. മുകൾ ഭാഗത്തെ അറയിൽ സ്വർണമില്ല എന്ന് കരുതിയ മോഷ്ടാക്കൾ സ്വാഭാവികമായും ആ താഴത്തേക്ക് പോയില്ല. ഈ അലമാരയ്ക്കകത്ത് സ്വർണം ഇല്ല എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് ആ താഴെ അറയിലുണ്ടായിരുന്ന സ്വർണം അവർക്ക് കിട്ടാതെ പോയത്. ഇത് രക്ഷിതാക്കൾക്ക്, ഗിബൽട്ടിനും ഭാര്യയ്ക്കും അറിയുണ്ടായിരുന്നില്ല. മകനാണ് ഇത് വന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടില്ല എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരം ആ കുടുംബം അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും ആ സമയത്ത് ആ ഭാഗത്തേക്ക് വന്ന ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഇന്നലെ അന്വേഷണം ഊർജിതമായി അങ്ങനെ നടക്കുമ്പോൾ പുതിയ കണ്ടെത്തലുകൾ വരുന്നു. അത് ആശ്വാസകരം ആവുകയും ചെയ്യുന്നു. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.